അപ്പൊ ഈ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ വ്ളോഗാണ്. പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ വീണ്ടും അടുക്കളയിലേക്ക് എത്തിക്കാണ്. അപ്പൊ ബിഗ് ബോസ് കണ്ടിട്ടാണ് കേട്ടോ ഇപ്പത്തെ കുക്കിങ്ങും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഫുൾ ടൈം ബിഗ് ബോസ് ആണ്. അപ്പൊ ബിഗ് ബോസ് ഞാൻ ലൈവ് കാണും. നിങ്ങൾ കാണാറുണ്ടെങ്കിൽ പറയണേ. ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നറിയാം, ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ലൈവും കാണും. ലൈവാണ് പൊതുവേ ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ സീസൺ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എല്ലാ സീസണുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വന്നേക്കണ കാരണം വീഡിയോ ഒന്നും കാണാറില്ല എന്നൊക്കെ. അങ്ങനെ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ദിവസത്തെ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യണതേ, സ്റ്റീവിന് രാവിലെ ഫുഡൊക്കെ കൊടുത്തു. എന്നാലും അവനൊരു ചെറിയൊരു വിശപ്പ് പോലെ. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പ് ദോശയിൽ കുറച്ച് തേങ്ങ ചിരവണ പരിപാടി ഇപ്പം ഇല്ല, ഞാൻ മിക്സിയിലിട്ട് ഇങ്ങനെ കറക്കിയെടുക്കണ പരിപാടിയാണ്. അപ്പോൾ തേങ്ങ ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒരു അര സവോളയും കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ദോശ അങ്ങനെ ചൂടോടുകൂടി അങ്ങനെ കൊടുക്കുമ്പോൾ അവന് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ ഗ്രേസിനെ രാവിലെ കാറ്റസിനൊക്കെ പറഞ്ഞയച്ചു. അപ്പം ഇനി കുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങണം ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് പോർക്കിറച്ചി മേടിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കറി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവന് ഒന്നും കൂടിയുള്ള ഒരു ഫുഡ് കൊടുത്തിട്ട് വേണം എൻ്റെ കുക്കിങ്ങിലേക്ക് എനിക്ക് കടക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ അവന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും നടക്കില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്യാപ്പിലേ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ പോവാണേ. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായല്ലോ, ബിരിയാണി അല്ല, എന്താ പറയുക, മന്തിയല്ല, അങ്ങനത്തെ ഒരു സ്റ്റൈലിലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ മേടിച്ചായിരുന്നു, പൈനാപ്പിളായിരുന്നു. അപ്പോൾ അത് ഇനി ഫ്രിഡ്ജിൽ നമ്മളിനി സൂക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വേഗം ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി സ്വസ്ഥമായി ഇനി ഇറച്ചി നുറുക്കണം, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ പോവാണ്. അപ്പോൾ ഗ്രേസിനെ തിരിച്ചെടുക്കണേക്കാൾ മുമ്പ്, കാറ്റസം കഴിഞ്ഞ് തിരിച്ചെടുക്കണേക്കാൾ മുമ്പ് ഏകദേശം പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ കുറേ പേര് നമ്മൾ സ്റ്റീവിനെ വിടണം എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പോസിറ്റീവായിട്ട് പറഞ്ഞായിരുന്നു, ഇടാ വിടണം നല്ലതാണ്, ഇൻഡിപെൻഡൻ്റ് ആവട്ടെ. കുറേ പേര് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും പറഞ്ഞായിരുന്നു. എനിക്ക് കുറേ മെയിലൊക്കെ വന്നായിരുന്നു, വാട്സപ്പിൽ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നായിരുന്നു, എന്തിനാ കൊച്ചിനെ വിട്ടേന്നൊക്കെ ചോദിച്ച്. ഞാൻ ഈ സബ്ജക്റ്റ് പറയേണ്ടതെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വീണ്ടും എനിക്ക് വാട്സപ്പിലൊക്കെ ഭയങ്കര മെസ്സേജൊക്കെ വന്നായിരുന്നു, കൊച്ച് നിങ്ങളുടെ കൂടെ നിൽക്കണതിന് പകരം എന്തിനാ കൊച്ചിനോട് ഇത്ര ക്രൂരത കാണിക്കണേന്നൊക്കെ പറഞ്ഞ് കുറേ ചേച്ചിമാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഇവനിപ്പോൾ 3 വയസ്സാവാൻ 2-3 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇതിനേക്കാളും ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ മാറ്റി നിർത്തണില്ലേ. ഇതിപ്പോൾ 5-6 മണിക്കൂറല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അവൻ പുറത്തൊക്കെ കളിച്ച് വന്ന് ഉഷാറാവട്ടെ, അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്തും പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെന്താ, ഇന്നിപ്പോൾ സൺഡേ ആണ്. ഇന്നലെ സാറ്റർഡേ അവനെ വിട്ടില്ലായിരുന്നു, ഗ്രേസൊക്കെ ഉണ്ടായിരുന്നു, അവനെ വിട്ടില്ല. പിന്നെ നാളെ മൺഡേ ആണ്, എന്താവും എന്നൊരു ഇതുണ്ട്. കാരണം 2 ദിവസം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വരുമ്പോൾ കൊച്ചി അതിനോടൊന്ന് അഡ്ജസ്റ്റായി വരണേ ഉള്ളൂ. അങ്ങനെ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെന്താ, അപ്പോൾ ഞാൻ പയ്യെ വീഡിയോസൊക്കെ വേഗം പോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അവനും കൂടി മാറിക്കഴിയുമ്പോൾ എനിക്ക് കുറേ ഐഡിയകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കുറച്ച് നാളായിട്ടൊന്നും നമുക്ക് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കുറേ പേര് സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ വന്നായിരുന്നു. അങ്ങനെയൊക്കെ പോണു വിശേഷങ്ങൾ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ
പൈനാപ്പിൾ ജ്യൂസ് അടിക്കണേ. കുറച്ച് നാളായി ജ്യൂസിൽ കുറേ പഞ്ചസാരയൊക്കെ ഇട്ടടിച്ച് കുടിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ആർഭാടമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് ഡയറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ഞാൻ ഡോക്ടറിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഡയറ്റിങ്ങിനെ കുറിച്ച്. കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജിൽ ഡയറ്റ് ചാർട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡോക്ടറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തിട്ട് കൺവീനിയൻ്റ് ആണെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ആൾ പറഞ്ഞു തരൂ കേട്ടോ. അവസാനം എൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ. അപ്പോൾ അങ്ങനെ എൻ്റെ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഇനി ഇറച്ചി വേഗം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കായക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് കേട്ടോ. കായും പോർക്കും അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കഴിക്കും, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അമ്മയുടെ ജീവനാണ് ഈ ഇറച്ചി. സണ്ണിചാടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് ചിക്കനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നുറുക്കാണ്ടാണ് മേടിച്ചത്. അപ്പോൾ ഇനി ഗ്രേസിനെ കൊണ്ടുവരാനുള്ള സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇറച്ചിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ. വെന്ത് പ്രഷർ പോയി അങ്ങനെ നിൽക്കാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനോട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രേസിനെ കൊണ്ടൊന്ന് കടയിൽ ഒന്ന് കയറണം. അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു വരാൻ. പിന്നെ ഞാനാണെങ്കിലും പണിയുണ്ട്. അപ്പോൾ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു ഗ്രേസിനെ എടുക്കാൻ. അപ്പോൾ ഒരു അര സവോളയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മിക്സ് ചെയ്ത് അത് വേവിക്കാൻ വെക്കട്ടെ. ഇനി വേഗം ഒന്ന് റെഡി ആയിട്ട് നേരെ പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ പോണേക്കാൾ മുമ്പ് കായം കൂടി ഒന്ന് നുറുക്കി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ജസ്റ്റ് വെന്ത് കഴിയുമ്പോൾ ഞാനോട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് പറ്റാണെങ്കിൽ കായും കൂടി ഒന്നിട്ട് വേവിക്കാൻ. അറിയില്ല, ചെയ്യുമോയെന്നറിയില്ല. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബിഗ് ബോസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനെ പറ്റി. ചുമ്മാ ഒന്നറിയാൻ വേണ്ടിയാണ്. നമ്മൾ സ്ഥിരം പ്രേക്ഷക എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കായ ഞാൻ എടുത്തു. കായനെ ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിലേക്ക് കഴുകി ഇങ്ങനെ നുറുക്കിയിടാണ്. അപ്പോൾ അതിൻ്റെ കറിയൊക്കെ ഒന്ന് വേഗം പോയി കിട്ടിക്കോളും. കുറച്ച് നേരം മഞ്ഞപ്പൊടി വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ദേ ഗ്രേസിനെ കൊണ്ടുവന്നു. ഞങ്ങൾ കടയിലൊക്കെ പോയി ദേ തിരിച്ചെത്തിയിട്ടാ. അപ്പം ഇനി നേരെ വേഗം ഡ്രസ്സ് മാറിയിട്ട് അടുക്കളയ്ക്ക് കിടക്കാം. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു കേട്ടോ ഇന്ന്. വലിയ കരയുടെ മഴ പെയ്തില്ലെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ദേ എത്തി. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി വേവിച്ച് മാറ്റിയിട്ട് അതിൽ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നെയ്യിൽ കുറച്ച് കായ ഞാൻ നുറുക്കി ചേർന്ന കായും കൂടി ഇട്ടിട്ട് സെപ്പറേറ്റ് വേവിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഇത് ഒരുമിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ വേവിച്ച് വെച്ചായിരുന്ന ഇറച്ചിയും കായയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇതേ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇടും. അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ തക്കാളി ഇട്ടില്ല കേട്ടോ. ചില ദിവസം ചിലപ്പോൾ ഞാൻ വേവിക്കുമ്പോൾ ഇടാറുണ്ട് തക്കാളി. മല്ലിപ്പൊടി ഇടാറില്ല. ഇന്ന് മല്ലിപ്പൊടി ഇട്ടു. അങ്ങനെ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഇച്ചിരി കുറവുള്ള പോലെയൊക്കെ തോന്നി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് അങ്ങനെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ക്ലീനിങ്ങും പരിപാടികളും ഒക്കെയാണ്. പിന്നെ ഞാൻ മോര് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ മോരുകറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പം നാളത്തേക്കും കൂടി യൂസ് ചെയ്യാമല്ലോ എന്നുള്ളൊരിതാണ് കേട്ടോ. അപ്പോൾ കായ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായ തന്നെ മാക്സിമം യൂസാണ് കേട്ടോ. കായുപ്പേരി എന്തെങ്കിലും ഇറച്ചിയിലിട്ട് വയ്ക്കുക, പിന്നെന്താ അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഞാൻ ശർക്കര വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്രാവശ്യം ഓണത്തിന് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അറിയില്ല എന്താവും എന്നൊക്കെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു കായ്ക്കൊല എനിക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു കായ്ക്കൊലേനെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി യൂസ് ചെയ്യണം. പിന്നെന്താ, ഞാൻ ഇനി കായ ഓൾറെഡി ഞാൻ മോരുകറി വയ്ക്കാനുള്ള കായ ഞാൻ നുറുക്കി വേവിച്ച് കുക്കറിലിട്ട് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോരുകറി വയ്ക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ മോരുകറി വയ്ക്കുമ്പോൾ കായയുടെ തൊണ്ട് കളയാറില്ല. ശരിക്കും തൊണ്ട് കളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വയ്ക്കുക. പക്ഷെ ഞാനും അമ്മയും ഇവരൊക്കെ അങ്ങനെ തൊണ്ടൊന്നും കളയാൻ കണ്ടിട്ടില്ല. നല്ലതാണല്ലോ എന്നുള്ളൊരു ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തൊണ്ട് കളഞ്ഞിട്ടാണ് വയ്ക്കണേ. കുറേ നമ്മൾ ആരെയും ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് വെക്കാറ്. അല്ലെങ്കിൽ തൊണ്ട് കളയാണ്ട് വെക്കാറുണ്ട്. പൊതുവെ തൊണ്ട് കളയാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് അങ്ങനെ ആണ് വെക്കണേ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങേനെ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാൻ പോകാനുണ്ടായിരുന്നു. ഗ്രേസ് ആണെങ്കിലേ സ്കൂളിൽ നിന്ന് സ്കേറ്റിംഗ് ഷൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തുടങ്ങി അവളെപ്പോഴും അതിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അപ്പോൾ ചോദിക്കും ഞാനൊന്ന് സ്കേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പം അകത്ത് മൊത്തം ഇങ്ങനെ ഓടിച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. ഞാൻ ഓടിക്കുന്ന നോക്കിയമ്മേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ സ്റ്റീവും അവളും കുറേ നേരം എന്നൊക്കെ കളിച്ചു. ഇപ്പോൾ അവന് ഉറങ്ങി. ഇന്ന് ഇച്ചിരി നേരത്തെ ഉറങ്ങി. അങ്ങനെ ഞാൻ മോരുകറിക്ക് വേണ്ടി തേങ്ങേനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ കുക്കറിൽ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കായേനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി പാത്രത്തിലിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങയിൽ വെളുത്തുള്ളിയും പിന്നെ ജീരകവും തൈരും അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഇനി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ച് പിന്നെ ഒന്ന് താളിച്ച് വയ്ക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്രാവശ്യം മോരുകറിയിൽ ഒരു പഴം ചെറുതായിട്ടൊന്ന് പഴുത്ത പഴം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പഴുത്ത പഴമല്ല, ചെറുതായിട്ടൊരു പഴുത്ത പഴം. അപ്പോൾ അത് ഇടുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിച്ചു വന്നപ്പോൾ സൂപ്പറായിട്ട് വന്നു. അങ്ങനെ പഴം ഞാനങ്ങനെ മോരുകറിയൊന്നും അങ്ങനെ അധികം വെക്കാറൊന്നുമില്ല. ഒരു തട്ടിക്കൂട്ട് മോരുകറിയാണ്, പെർഫെക്റ്റ് മോരുകറി എന്നല്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ ഒപ്പിക്കും. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ നമ്മുടെ കായ ആയതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പിന്നെ നല്ല മൂത്ത് നല്ല ഇതാണ്. കായ്പേരൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നൊക്കെ താളിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ വീഡിയോ പയ്യെ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ ഞാൻ പ്രോപ്പറായിട്ടൊന്നല്ല വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നറിയാം. ഞാൻ മാക്സിമം പെട്ടെന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനി സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വൈകുന്നേര സമയത്താണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളത്. കുറേ പേരുടെ സജഷൻ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഓർഡറിലേക്ക് എത്തി വരണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.